ഹായ്. ഒരു വിഷയത്തെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നിയേ. ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്. അതായത് സോഷ്യൽ മീഡിയ തുറന്നാലും ടി വി വെച്ചാലും ഒക്കെ നമ്മൾ കേൾക്കുന്നൊരു വാർത്തയാണ്. കെ എസ് യുവിൻ്റെ പ്രതിഷേധക്കാർ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്നും പരിക്കേറ്റ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ICUവിൽ പ്രവേശിപ്പിച്ചെന്നുള്ള വാർത്തകൾ. ഈ ഏത് പ്രതിഷേധക്കാരായിക്കോട്ടെ, ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ആര് തന്നെ ആണെങ്കിലും ഒരു വനിതാ മന്ത്രിയെ ഏത് പ്രതിഷേധത്തിൻ്റെ പേരിലാണെങ്കിലും ആക്രമിക്കുന്നത് തീരെ ശരിയായ ഒരു കാര്യമല്ല. അതിനോട് അനുകൂലിക്കാനും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഈ മന്ത്രി ആക്രമിച്ചു എന്ന് പറയുന്നത് ഒരു ആരോപണമല്ലേ എന്നുള്ളത് ആർക്കും കേട്ടാൽ മനസ്സിലാവുന്നൊരു കാര്യം. ഇവിടെ വാർത്തയിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും നമ്മുടെ സ്പീക്കർ ഷംസീറും പിന്നെ കുറേ പോലീസുകാരും കൂടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാനായിട്ട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോൾ കുറച്ച് KSU പ്രവർത്തകർ ഇവരെ ആക്രമിച്ചു എന്നാണ്. അങ്ങനെ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് മന്ത്രിക്ക് പരിക്ക് പറ്റി കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ICUവിൽ പ്രവേശിപ്പിച്ചെന്നാണ് വാർത്തയിൽ കേൾക്കുന്നത്. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ ഇപ്പോൾ വന്ദേ ഭാരതിലൊക്കെ യാത്ര ചെയ്യുമല്ലേ. അതെന്തേലും ആയിക്കോട്ടെ. മന്ത്രി ഈ പറയുന്നത് ഒരു ആരോപണമാണെന്ന് ആ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യം കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞാൽ ആ CCTV ദൃശ്യങ്ങളിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ മന്ത്രിയും സ്പീക്കറും കുറേ പോലീസുകാരും കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് കുറേ KSU പ്രവർത്തകർ എന്ന് പറയാൻ പറ്റില്ല, ഒരു 4-5 KSU പ്രവർത്തകർ അവിടെ ഒരു കറുത്ത കൊടിയും പിടിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കുക, ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കുക എന്ന് പറഞ്ഞ് കിടന്ന് അലമുറ ഇടുന്നുണ്ട്. അലമുറ ഇട്ടുകൊണ്ട് അവർ മന്ത്രിയുടെ അടുത്തോട്ട് വരാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് മന്ത്രിയുടെ ചുറ്റും ഒരു 10-40 പോലീസുകാരോളം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ എങ്ങനെയായാലും ഒരു 10-30 പോലീസുകാരാണ്. മന്ത്രിക്ക് ചുറ്റും ഇങ്ങനെ ഒരു കവചം പോലെയാണ്. മന്ത്രി ഇവരുടെ നടുക്ക് നിൽക്കുക. അല്ലെങ്കിൽ എത്രയോ പോലീസുകാരെ മറികടന്ന് വേണം ഈ പ്രവർത്തകർക്ക് മന്ത്രിയുടെ അടുത്തെത്താൻ. ഇവരാരും മന്ത്രിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല. എന്നിട്ട് പോലീസുകാർ ഈ പ്രവർത്തകരെ എല്ലാം ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഈ ആകെ ഉള്ളത് 4-5 പ്രവർത്തകർ. ഇവരെ പോലീസുകാരെ ഓടിച്ചു വിട്ട് ഇവരങ്ങോട്ട് പോകുമ്പോഴും മന്ത്രി ഈ പോലീസുകാരെ എല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ഈ പ്രവർത്തകരെടുത്ത് ആക്രോശിച്ചുകൊണ്ടും ചെല്ലുന്നതാണ് CCTV ദൃശ്യങ്ങളിൽ മൊത്തം കാണിക്കുന്നത്. ഇതിൽ ഒരു പ്രവർത്തകൻ പോലും മന്ത്രിയുടെ അടുത്ത് പോലും എത്തുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറയുന്നത് എന്ന് എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം നമ്മുടെ മന്ത്രി ഒരു നല്ല നടി തന്നെയാണെന്നുള്ളതാണ്. എനിക്ക് നടക്കാൻ പറ്റില്ല. ഈ വന്ന ഏതെങ്കിലും ഒരു പ്രവർത്തകന്റെ കയ്യിൽ ഒരു കല്ലോ വടിയോ അല്ലെ മാരകായുധങ്ങളോ ഒരു സാധനവും ഉണ്ടായിരുന്നില്ല. ഓരോ കരിങ്കൊടി മാത്രം, വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പ്രവർത്തകരൊന്ന് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മന്ത്രിയുടെ വക അസാധ്യ അഭിനയം. എന്താണ്, എൻ്റെ കഴുത്ത് അനക്കാൻ വയ്യ, എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നു, ഭയങ്കര അഭിനയം, എനിക്ക് ഞാൻ അനങ്ങാൻ വയ്യ. അതിനേക്കാളും അഭിനയമാണ് നമ്മുടെ ഷംസീർ സ്പീക്കർ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു, ICUവിൽ പ്രവേശിപ്പിക്കുന്നു. എന്തൊക്കെ നാടകങ്ങളാണ്. KSU പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നു, അതും വധശ്രമത്തിന്. അതുങ്ങൾ മന്ത്രിയുടെ അടുത്ത് പോലും വന്നിട്ടില്ല. ആ പിള്ളേരുടെയൊക്കെ വിധി ഇനി എന്താവോ എന്തോ. എന്തായാലും മന്ത്രിയുടെ അഭിനയം തകർത്തു. നാടെമ്പാടും പ്രതിഷേധം. ഈ കണ്ണൂരൊക്കെ നിന്ന് കത്തുവോ എത്തോ. ഇന്ന് ചിന്നക്കടയിൽ
വരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം, നാടെമ്പാടും പ്രതിഷേധമാണ് ഇപ്പം. ഇവിടെ ഒരു പാവം കുട്ടിയുടെ 9 വയസ്സുകാരിയുടെ കൈപ്പത്തി അബദ്ധത്തിൽ മുറിച്ചു മാറ്റിയതും ഇതേ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള ഡോക്ടർമാരല്ലേ. ഇവിടെ എന്ത് പ്രതിഷേധം ഉണ്ടായി? അതൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായത് കാരണം, സാധാരണക്കാരികളായത് കാരണം ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. അതുപോലെ തന്നെ സനൂപ് എന്ന് പറയുന്ന ഒരു ടൈൽസ് പണിക്കാരൻ, അവൻ്റെ കാൽമുട്ട് വേദനയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നതാണ്. അവനെ എന്തോ ഇഞ്ചക്ഷനൊക്കെ കുത്തിവെച്ചു, അതിൽ നിന്ന് ഇൻഫെക്ഷനൊക്കെ ആയി, അവൻ്റെ ബോഡി മൊത്തം ഇൻഫെക്ഷൻ വന്നു, ഒടുക്കം കാഴ്ച വരെ നഷ്ടപ്പെട്ട് അന്ധനായിട്ട് കഴിയുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ, അതിൻ്റെ ജീവിതം വഴിമുട്ടി. അതുപോലെ തന്നെ എത്രയോ സ്ത്രീകൾ വയറിലെ സർജറിയായിട്ട് ചെന്നവരുടെ വയറ്റിൽ കത്രിക, മസ്കിറ്റോ, ഗൈഡ് വയറ്, പഞ്ഞി ഇതെല്ലാം വെച്ച് കുത്തിക്കെട്ടി ഇവർ പറഞ്ഞു വിട്ടു. ഈ ഡോക്ടേഴ്സിനൊക്കെ എതിരെ ഇവിടെ എന്ത് നടപടി ഉണ്ടായി? ഈ പാവപ്പെട്ട മനുഷ്യർക്കെതിരെ എന്ത് പ്രതിഷേധം ഉണ്ടായി? പോരാത്തതിന് ഈ അടുത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു പാവം ചെറുപ്പക്കാരൻ ശ്വാസം മുട്ടിനെ തുടർന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ വരുന്നു. അവിടുന്ന് അവർ ഒരു കാര്യങ്ങളും ചെയ്യാതെ ആ ചെറുപ്പക്കാരനെ മരണത്തിന് വിട്ടുകൊടുക്കുന്നു. ഇവിടെ ആര് പ്രതിഷേധിച്ചു? എന്ത് പ്രതിഷേധം ഇവിടെ ഉണ്ടായി? ഇവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് ഗവൺമെൻറ് എന്ത് നഷ്ടപരിഹാരം കൊടുത്ത്? അപ്പോൾ സാധാരണക്കാരൻ ആണ് ഗവൺമെൻറ് ആശുപത്രികളിൽ ചെല്ലുന്നതെന്നും അവർക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവത്തുള്ളെന്നും നമ്മുടെ ഡോക്ടേഴ്സിന് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ടിട്ടായിരിക്കണമല്ലോ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടും കൂളായിട്ട്. കഴിഞ്ഞ ദിവസം ആ ശസ്ത്രക്രിയ നടത്തിയ ആ ഡോക്ടർ പറയുന്നുണ്ടായില്ലേ, എന്താ 50 വർഷമൊക്കെ കത്രിക കിടന്നാലും ഒന്നും സംഭവിക്കത്തില്ല. ഇവരൊക്കെ എന്ത് തോന്നിയവാസം പറഞ്ഞാലും ഇവരെയൊക്കെ സംരക്ഷിക്കാൻ ഇതേപോലെയുള്ളൊരു ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ധൈര്യമാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. എന്തായാലും നമുക്ക് ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. കാര്യം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും നല്ലൊരു ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായിട്ടുണ്ടാകത്തില്ല, ഇനി ഉണ്ടാകുകയും ഇല്ലായിരിക്കും. കാര്യം അങ്ങനെ വിശ്വസിക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പാടാം. കാര്യം അമ്മാതിരത്തൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിപ്പോയി. ഇനിയിപ്പം മന്ത്രിയുടെ കഴുത്തിനും കൈക്കും ഒന്നും ഒരു കുഴപ്പമില്ലെങ്കിൽ ഈ ഡോക്ടർമാർ മന്ത്രിയുടെ അഭിനയത്തിൻ്റെ ഒപ്പേ കൂടെ നിൽക്കത്തുള്ളൂ. കാര്യം മന്ത്രിക്ക് കുഴപ്പമുണ്ടെന്നും ഇനിയും കുറച്ച് ദിവസം കൂടെ ICUവിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ തന്നെ ഇവർ പറയത്തുള്ളൂ. കാര്യം എന്താ, ഇനിയും ഈ ഡോക്ടർമാരെയൊക്കെ കയ്യിൽ നിന്ന് വീണ്ടും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റുവാണെങ്കിൽ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഇനി ഇവർക്ക് ശേഷം വരാനിരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിമാരെയൊക്കെ അവരെയൊക്കെ സംരക്ഷിക്കണമല്ലോ. കാര്യം ഒരു ഡോക്ടേഴ്സിനെതിരെയും വധശ്രമത്തിന് കേസെടുത്ത് കണ്ടിട്ടില്ല ഇമാതിരിയുള്ള ഒരു കേസുകളിലും. അവരെയൊക്കെ നിസ്സാരമായിട്ട് 6 മാസത്തെ സസ്പെൻഷൻ കൊടുക്കും. ഈ സസ്പെൻഷൻ പീരീഡിൽ അവർക്ക് ആദ്യം സാലറി കിട്ടും, പിന്നെ അല്ലാതെ അവർ പ്രാക്ടീസ് ചെയ്തൊക്കെ കാശുണ്ടാക്കിക്കോളും. അവർക്കതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ സാധാരണക്കാരന് ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഈ ഡോക്ടേഴ്സിനൊക്കെ നന്നായിട്ട് അറിയാം. എന്തായാലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അഭിനയം പൊളിച്ചു. പിന്നെ ഇന്ന് ഈ KSU പ്രവർത്തകരുടെ വിധി എന്താവുമോ എന്തോ. കാര്യം നമ്മുടെ VD സതീശൻ പോലും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുമോയെന്ന് എനിക്കറിയത്തില്ല. കാര്യം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാ, നമ്മുടെ കോൺഗ്രസ്സുകാരുടെ കൂറും ഒത്തൊരുമയും ഒക്കെ വളരെയധികം കണ്ടൊരു കേസാണ് രാഹുലിൻ്റെ. അതേപോലെ ഈ KSUകാരെയും വധശ്രമത്തിന് കേസെടുത്ത് ലാസ്റ്റ് അവരെ കുടുംബത്തിന് പോയി. അല്ലാതെ ആർക്ക് നഷ്ടം? ഇനി ബാക്കിയുള്ള KSUകാരെയും നമ്മുടെ കമ്മിക്കൂട്ടങ്ങൾ ഡിഫിക്കാരെ പിള്ളേരെയും അതേപോലെ തന്നെ CITUവിനെയും അന്തം കമ്മികളെയൊക്കെ ഇറക്കി ഉപദ്രവിക്കാതിരുന്നാൽ കൊള്ളാം. എന്തായാലും ഒരു നാടകം കാരണം ഈ നാട്ടിൽ ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. അവരെ നാടകമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ബോംബിടലും വെട്ടലും കുത്തലും ഒക്കെ ഉണ്ടാവുമോ എന്തോ ഇതിൻ്റെ തുടർന്ന്. എന്തായാലും വീണ മന്ത്രിയുടെ പ്രകടനത്തിന് മുന്നിൽ നമ്മുടെ ആരോഗ്യ വകുപ്പിലെ പല ഡോക്ടേഴ്സിൻ്റെ അനാസ്ഥയും ആരോഗ്യ തന്നെ കഴിവുകേടും എല്ലാം അപ്രത്യക്ഷമായി. മന്ത്രിക്കറിയാം ഇങ്ങനൊരു അഭിനയം കാഴ്ചവെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള മറ്റെല്ലാ പ്രശ്നത്തിനും ഇതൊരു മറയാകുമെന്നും അന്തംകമ്മികളെല്ലാം കൂടെ ഇതിൻ്റെ പുറകെ ഇറങ്ങിക്കോളുമെന്നും മന്ത്രിക്ക് നന്നായിട്ട് അറിയാം.
എന്തായാലും നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് മികച്ച നടിക്കുള്ള അവാർഡും അതുപോലെ നമ്മുടെ സ്പീക്കറിന് മികച്ച സഹനടനുള്ള അവാർഡും അതേപോലെ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ഒരാപത്തും സംഭവിക്കാതെ കാത്തുരക്ഷിക്കുകയും അതുപോലെ തന്നെ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്ത പോലീസുകാർക്ക് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ നൽകി ആദരിക്കണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ഒരു പ്രത്യേക തരം റിക്വസ്റ്റോടെ നിർത്തുന്നു. ബൈ.